നമ്മൾ നോക്കാൻ പോകുന്നത് ORM റിലേഷൻസിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ടോപ്പിക്കുകളിലെല്ലാം നോക്കിയത് എങ്ങനെയാണ് നമുക്ക് ORM യൂസ് ചെയ്ത് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്, അതുപോലുള്ള CRUD ഓപ്പറേഷൻസ് ഇതെല്ലാമായിരുന്നു നോക്കിയിരുന്നത്. നേരത്തെ നമ്മൾ റിലേഷണൽ ഡേറ്റാബേസിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു റിലേറ്റഡ് ടേബിൾസ് ആണ് ഒരു ഡേറ്റാബേസിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എങ്കിൽ ഇതിനകത്ത് നമ്മൾ ORMൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉണ്ട്, ഒബ്ജക്റ്റുകൾ തമ്മിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉണ്ട്, അതെങ്ങനെയാണ് ജാങ്കോയിൽ ഓരോ ടൈപ്പ് ഓഫ് റിലേഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ആ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഡേറ്റ മോഡലുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ മോഡലുകൾ എങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്, എങ്ങനെയാണ് റിലേറ്റഡ് ആക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു സ്കൂളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണ്, ആ സ്കൂളിലെ കംപ്ലീറ്റ് സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. അതായത് സ്റ്റുഡൻസിൻ്റെ ഡേറ്റയും അവരുടെ മാർക്ക് ലിസ്റ്റും എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ. അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കരുതുക. ആ ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് കുറേ ടേബിൾസുകൾ ഉണ്ടാവും. ചിലപ്പോൾ അത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവാം, അവരുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവാം, ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവാം, മാർക്ക് ഉണ്ടാവാം, ഓരോ ക്ലാസ്സിലും ഉള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. നിങ്ങൾക്കറിയാം ഇത് നമ്മൾ ചെയ്യുന്നത് ഓരോന്നും സെപ്പറേറ്റ് ടേബിളുകളിലായിരിക്കും അല്ലേ. അതായത് സ്റ്റുഡൻറ്റ് ഡേറ്റ കിടക്കുന്നിടത്ത് സ്റ്റുഡൻറ്റിൻ്റെ നെയിം, അവരുടെ ചിലപ്പോൾ പേരൻറ്റ് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള കോൺടാക്റ്റ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ചിലപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതേസമയം മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റയിൽ അവരുടെ മാർക്ക്, ഓരോ സബ്ജക്റ്റിനും കിട്ടിയിരിക്കുന്ന മാർക്ക്, പിന്നെ ചിലപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ID മാത്രം അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രൈമറി കീ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ ടേബിളിലെ പ്രൈമറി കീ മാത്രം ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവരുടെ മാർക്ക് ലിസ്റ്റ് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ റിലേഷൻഷിപ്പിനെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരു മാർക്ക് ലിസ്റ്റ് അല്ലേ, അതുപോലെ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ഓണർ ഒരു സ്റ്റുഡൻറ്റും ആയിരിക്കും. ഇതൊരു 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. ഇതേപോലെ നമുക്ക് എല്ലാ റിലേഷൻഷിപ്പിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് എന്നുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് ജാങ്കോയിൽ ഉള്ളതെന്ന് നോക്കാം. മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് ജാങ്കോയിൽ പറയുന്നത്. ഒന്ന് 1-to-1 റിലേഷൻഷിപ്പ്, many-to-one റിലേഷൻഷിപ്സ്, many-to-many റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ ഓരോ റിലേഷൻഷിപ്പും എന്താണെന്നും ഇതെങ്ങനെയാണ് ജാങ്കോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിരിക്കുന്നത് നമുക്ക് നോക്കാം. 1-to-1 റിലേഷൻഷിപ്പിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതായത് നമുക്കൊരു ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക, എക്ക് ബിയുമായിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന വേറൊരു മോഡൽ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ബി എന്ന മോഡൽ ക്ലാസ്സിൻ്റെ ഒരു സിംഗിൾ റെക്കോർഡുമായിട്ട് മാത്രമായിരിക്കും റിലേറ്റഡ് ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ അതൊന്നുകൂടെ പറയാം. ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് കരുതുക, ആ സ്റ്റുഡൻറ്റിന് അവരുടെ ഒരു ഫൈനൽ മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ആ മാർക്ക് ലിസ്റ്റ് നമ്മൾ വേറെ ടേബിളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റിന് ഒരൊറ്റ മാർക്ക് ലിസ്റ്റ് ഡേറ്റ മാത്രമായിരിക്കും ആ ടേബിളിൽ കിടക്കുന്നത്. ഓക്കെ, അതായത് ഒരു സിംഗിൾ മാർക്ക് ലിസ്റ്റിൻ്റെ ഓണർ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും, ഒരു സ്റ്റുഡൻറ്റിന് ഒരു മാർക്ക് ലിസ്റ്റും ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ റെക്കോർഡ്, ആ സ്റ്റുഡൻറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ റെക്കോർഡ് മാത്രമായിരിക്കാം നമ്മുടെ മാർക്ക് ലിസ്റ്റ് ടേബിളിൽ ഉണ്ടാകുന്നത്. ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് നമ്മുടെ 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് 1-to-1 റിലേഷൻഷിപ്പ് ജാങ്കോ മോഡൽസിൽ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാൻ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ മൂവിയുടെ എക്സാമ്പിളിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ ചെയ്തത് ഇവിടം വരെയായിരുന്നു. മൂവി കഴിഞ്ഞ തവണ നമ്മൾ അതിൻ്റെ ഒരു CRUD ഓപ്പറേഷൻ കഴിഞ്ഞു. ഓക്കെ, മൂവി ക്രിയേറ്റ്, എഡിറ്റ്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അല്ല, ലിസ്റ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസാണ് ചെയ്തത്. നമുക്ക് ഈ മൂവിയിൽ തന്നെ നമ്മൾ അഡീഷണലായിട്ട് നമ്മുടെ മോഡൽസ് ഇങ്ങനെയായിരുന്നു നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നത്. മൂവി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ കൊടുത്തു. അതിന് ടൈറ്റിലുണ്ട്, ഇയർ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പോസ്റ്റർ ഉണ്ട്. ഓക്കെ, അതല്ലാതെ നമ്മൾ വേറൊരു ക്ലാസ് കൊണ്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടിരുന്നു. വെറുതെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്തൊന്നുമില്ല, ഡയറക്ടർ എന്ന് പറഞ്ഞ നെയിം മാത്രം ഇട്ടിരുന്നു. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 1-to-1 റിലേഷൻഷിപ്പ്, ഒരു മൂവിയുടെ കേസിൽ ഒരു 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മൂവിയുടെ സെൻസർ ഡീറ്റെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു മൂവിയും റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂണീക്കായിട്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് കൊടുക്കുന്നുണ്ട്. അതാണ് സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് ചിലപ്പോൾ വരുന്ന ഇൻഫർമേഷൻ മൂവിയുടെ റേറ്റിംഗ് എന്താണ്, മൂവി ഏത് ഇയറിലാണ് വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആരാണ് അപ്രൂവ് ചെയ്തത് എന്നെല്ലാം ഉള്ള ഡേറ്റ വരുന്നതാണ് മൂവിയുടെ സെൻസർ ഡീറ്റെയിൽ. നമ്മൾ ആ ഒരു ഡേറ്റയും കൂടെ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ സ്റ്റോർ ചെയ്യണമെന്ന് കരുതുക. അതാണ് നമ്മൾ വെറുതെ ക്ലാസ് നെയിം കൊടുത്തു, സെൻസർ ഇൻഫോ. ഓക്കെ, ഈ ഒരു മോഡൽ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം. ഇവിടെ തൽക്കാലം ഞാൻ ആകെ 2 ഫീൽഡ് ഇടുന്നുള്ളൂ. ഒന്ന് റേറ്റിങ്ങിന് ഞാനൊരു ക്യാർ ഫീൽഡ് കൊടുത്തു.
ഇത് മാക്സിമം ലെങ്ത്, അതായത് യു ബാർ എ എന്നൊക്കെ പറയുന്ന ആ റേറ്റിംഗ് ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ സർട്ടിഫൈഡ് ബൈ, ഇത് നമ്മളൊരു മോഡൽ സ്റ്റോട്ട് എന്താ പറയുക ക്യാർഫീൽഡ് ഇതിന് കൊടുത്തു. അത് ഒരു മാക്സിമം ലെങ്ത് 200 ആക്കി കൊടുത്തു. ഇത് വേണമെങ്കിൽ നള്ളാക്കാം എന്നുള്ള രീതി കൊടുത്തു. ഓക്കെ, ഇതാണ് സെൻസർ ഇൻഫോ. ഓക്കെ, അതിനുശേഷം നമുക്കിപ്പം ഇപ്പം നമ്മൾ സെൻസർ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് മോഡൽ ക്ലാസ്, അതായത് സെൻസർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇനി മൂവി ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യിക്കണം. അതിനു വേണ്ടി ഞാൻ ഇതിലൊരു 1-to-1 ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ അതായത് ഈ മൂവിയുടെ സെൻസർ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ടേബിളിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സെൻസർ ഡീറ്റെയിൽസ് കിടക്കുന്ന ഒബ്ജക്റ്റ് ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പുതിയൊരു ഫീൽഡ് ഡിക്ലെയർ ചെയ്തു, സെൻസർ ഡീറ്റെയിൽസ്. സാധാരണ നമ്മുടെ ടൈറ്റിൽ ഇയറൊക്കെ ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ പുതിയൊരു അഡീഷണൽ ഫീൽഡാണ് എന്ന് മാത്രമേ ഉള്ളൂ. 1-to-1 ഫീൽഡാക്കിയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻഫർമേഷൻ കിടക്കുന്നത് ഇവിടെ കൊടുക്കേണ്ട ആദ്യം ഞാൻ ഒരൊറ്റ ആർഗ്യുമെൻ്റ് കൊടുത്തു, സെൻസർ ഇൻഫോ. അതിനുശേഷം വേറൊരു ആർഗ്യുമെൻ്റ് കൊടുക്കുവാണ്, ഓൺ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡ്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് സെറ്റ് നള്ള്, പിന്നെ ഒരു ഫീൽഡ് ഇവിടെ കൊടുത്തു, റിലേറ്റഡ് നെയിം. ഇതും എന്താണെന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ഇതാണ്. ഒരു സെൻസർ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു മോഡൽ ഡിക്ലെയർ ചെയ്തു. പിന്നീട് മൂവി ഇൻഫോയിൽ ഈ സെൻസർ ഇൻഫോ നമ്മൾ ഒരു 1-to-1 ഫീൽഡാക്കി ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ പുതിയ അഡീഷണൽ ഒരു ഫീൽഡ് നെയിം കൂടെ കൊടുത്തു. ആ അഡീഷണൽ ഫീൽഡിൻ്റെ എന്ത് ടൈപ്പാണെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്യാർഫീൽഡ് ഇൻറ്റിജർ ഫീൽഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ ഫീൽഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു 1-to-1 ഫീൽഡാണ്. ഈ 1-to-1 ഫീൽഡ് ഏത് ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ 1-to-1 ഫീൽഡ് വരുന്നതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സെൻസർ ഇൻഫോ. ഈ ഒരു കാര്യം, ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് അത്യാവശ്യം ഐഡിയ ഉള്ളവർക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഇത്രയേ ഉള്ളൂ. മൂവി ഇൻഫോ എന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫീൽഡിൽ വരുന്ന വാല്യൂ വേറൊരു ഒബ്ജക്റ്റ് ആയിരിക്കും, അതുപോലെ വേറൊരു മോഡൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. ആ മോഡൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഏതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സെൻസർ ഇൻഫോ. ഓക്കെ, പിന്നെ അടുത്ത ഈ ഓൺ ഡിലീറ്റ് റിലേറ്റഡ് നെയിമും എന്താണെന്നുള്ളത് പറയാം. അതിനു മുമ്പ് നമുക്കിതൊന്ന് മിഗ്രേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എഴുതുന്നു പൈത്തൺ manage.py make migrations. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നൾ വാല്യൂ ട്രൂ ആക്കി കൊടുക്കുന്നു. അതെന്തുകൊണ്ടാണ് എറർ വന്നതെന്നുള്ളത് പറയാം. നിൽക്കട്ടെ, ഇതൊന്ന് റൺ ചെയ്തിട്ട് ഞാൻ പറയാം. വീണ്ടും മേക്ക് മിഗ്രേഷൻ അടിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മിഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ മിഗ്രേറ്റ് ചെയ്യണം. അതിന് വേണ്ടി പൈത്തൺ manage.py മിഗ്രേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മിഗ്രേഷൻസ് അപ്ലൈ ചെയ്തു. നമുക്ക് എന്താ പറയുക, നമുക്ക് ബാക്ക് എൻഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ടേബിൾസ് ഒന്ന് എടുത്ത് നോക്കാം. അതിനുവേണ്ടി ഇപ്പം നമ്മൾ PSQL ആയതുകൊണ്ട് PSQL ഒന്ന് എടുക്കുന്നു. ഓക്കെ, പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ടേബിൾ ഡാറ്റാബേസിൻ്റെ നെയിം എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസ് ആദ്യം യൂസ് ചെയ്യാൻ കൊടുത്തു. നമ്മുടെ ഡാറ്റാബേസിന് നമ്മൾ കൊടുത്തിരുന്ന പേര് മൂവീസ്. ഓക്കെ, നമ്മൾ മൂവീസ് DB എന്ന് പറയുന്ന ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തു. അതിൽ ഏതൊക്കെ ടേബിൾസ് ഉണ്ടെന്ന് നോക്കി. ഓക്കെ, ഇപ്പം നമുക്കിത് മൂവീസ് ഇൻഫോ ഒന്നുകൂടെ നോക്കുവാണ്. ഓക്കെ, മൂവീസ് ഇൻഫോ ഉണ്ട്. മിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കിയാൽ ഇപ്പോൾ സെൻസർ ഇൻഫോ എന്നും മൂവി സെൻസർ ഇൻഫോ എന്നും മൂവീസ് ഡയറക്ടർ ഇൻഫോ എന്നും പറഞ്ഞ് 2 മോഡലുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് എന്താണ് അതിൽ വന്നിരിക്കുന്ന ഫീൽഡ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മളവിടെ കൊടുത്ത പോലെ തന്നെ ID റേറ്റിംഗ് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് സെൻസർ ഇൻഫോ എന്ന് പറഞ്ഞു.
ഓക്കെ, മൂവി ഇൻഫോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണല്ലേ. സെൻസർ ഡീറ്റെയിൽസ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് 1 to 1 ഫീൽഡ് ആയിട്ട് ആണ് നമ്മൾ ആ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ ഡിഫൈൻ ചെയ്യുക എന്ന് നമ്മൾ ജാങ്കോയിൽ മെയിൻ ചെയ്യുന്നതാണ് ഈ ഒബ്ജക്റ്റ്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന മൂവീസ് ഇൻഫോയും സെൻസർ ഡീറ്റെയിൽസും തമ്മിൽ എന്ത് റിലേഷനാണ് നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്ത് റിലേഷൻ എന്ന് പറഞ്ഞാൽ 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെയാണ്. അതായത് നമ്മൾ രണ്ട് മോഡലുകളുണ്ടെങ്കിൽ മോഡൽ ഒബ്ജക്റ്റുകൾ തമ്മിൽ അതിലൊന്നും ഒരൊറ്റ സിംഗിൾ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും വരുന്നത്. സിംഗിൾ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ മൂവിയുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവിക്ക് ഒരു സെൻസർ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേപോലെ ആ ഒരു സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു മൂവിക്കും ആയിരിക്കും അല്ലേ. അതായത് അവിടെ ഒരൊറ്റ റിലേഷൻഷിപ്പേ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയുള്ള റെക്കോർഡ്സുകളെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ 1-to-1 ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആ ഒരു മൂവി ഉണ്ട്, ആ മൂവിക്ക് ഒരു സെൻസർ സർട്ടിഫിക്കറ്റ്. അതേസമയം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ മറ്റ് പല റിലേഷൻ ഒരു മൂവി ഇൻഫോയിൽ നമ്മൾ പല റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ആക്ടേഴ്സ് എന്ന് പറയുക. ആക്ടർ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് പറയുമ്പോൾ അത് നിങ്ങൾക്കറിയാം ഒരു ആക്ടർ തന്നെ പല മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഒരു മൂവിയിൽ തന്നെ നമ്പർ ഓഫ് കുറേ ആക്ടേഴ്സും ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അറിയാം ഒരു മൂവി ഒബ്ജക്റ്റിന് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെൻസർ സർട്ടിഫിക്കറ്റേ കാണത്തുള്ളൂ. ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് ഒറ്റ മൂവിക്ക് വേണ്ടി മാത്രമായിരിക്കും ആ സെൻസർ സർട്ടിഫിക്കറ്റ് വരുന്നത്. അതായത് പല മൂവിക്ക് വേണ്ടി നമുക്കൊരിക്കലും ഒരൊറ്റ സെൻസർ സർട്ടിഫിക്കറ്റ് പോരല്ലോ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് റിലേഷൻഷിനെയാണ് നമ്മൾ 1-to-1 ഫീൽഡ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് 1-to-many റിലേഷൻഷിപ്പാണ്. 1-to-many റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ കാര്യം പറയാമെന്ന് കരുതാം. ഒരു ഡയറക്ടർക്ക് പല മൂവീസ് ഉണ്ടാവാം അല്ലേ. അതായത് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു സിംഗിൾ ഡയറക്ടറേ ഉള്ളൂ, അയാൾക്ക് പല മൂവീസ് ഉണ്ടാവാം. അതായത് ആ ഡയറക്ടറും മൂവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1-to-many എന്ന് പറയാൻ പറ്റും. അതായത് ഒരു 1 റെക്കോർഡിന് മെനി റിലേഷൻഷിപ്പ്. അതായത് ഒരു മോഡലിൻ്റെ സിംഗിൾ റെക്കോർഡിന് വേറൊരു മോഡലിൻ്റെ മൾട്ടിപ്പിൾ റെക്കോർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുക. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് 1-to-1-ൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇതിനുവേണ്ടി ഞാൻ ഇപ്പം ഇത് ശരിക്കും നമ്മുടെ വ്യൂ ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതുന്ന കാര്യം തന്നെയാണ്. തൽക്കാലം നമ്മൾ ആ എക്സാമ്പിൾ നോക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ പൈത്തൺ മാനേജർ.py ഷെൽ ഉപയോഗിക്കുകയാണ്. ഷെൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയില്ലായിരുന്നു, അതിലെ ഷെല്ലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ജസ്റ്റ് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഒക്കെ ഇത് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ ഷെൽ കമാൻഡ്സ് അടിച്ചു. ഓക്കെ, അപ്പം നമുക്ക് പൈത്തൻ്റെ ഷെല്ല് വന്നു. ഇവിടെ നേരെ നമ്മുടെ മോഡൽ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് സെൻസർ ഇൻഫോ, മൂവി ഇൻഫോ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം അതായത് നമ്മൾ നേരത്തെ പൈത്തണിൻ്റെ ജാങ്കോയുടെ ഒരു ഇൻട്രാക്റ്റീവ് കൺസോളാണ് ഈ പറയുന്ന ഷെൽ കമാൻഡ്സ് വെച്ച് നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ച് നമുക്ക് ഇതുപോലെയുള്ള DB മോഡൽസും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാ ഒബ്ജക്റ്റും ഒന്ന് കാണണം. മൂവി ഇൻഫോ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ആൾ. ഓക്കെ, ഇപ്പം നോക്കിയേ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൂവീസും ഇവിടെ ലിസ്റ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് 1-to-1 ഫീൽഡ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ 1-to-1 ഫീൽഡ് റിട്രീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മളൊരു സെൻസർ ഇൻഫോയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോർമൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ. നേരത്തെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നു എങ്ങനെയാണ് നമുക്ക് ഒരു മോഡൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേ മോഡലിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
ഇവിടെ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ഞാൻ റേറ്റിംഗ് ഈക്വൽ ടു യു എന്ന് കൊടുത്തു. സർട്ടിഫൈഡ് ബൈ ഈക്വൽ ടു എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. ഓക്കെ, അതായത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു സെൻസർ ഇൻഫോയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഞാനൊരു അസൈൻ ചെയ്തേക്കുവാണ്. ഇത് എന്ത് വേരിയബിൾ വേണേലും കൊടുക്കാം. ഞാനിവിടെ സെൻസർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അതായത് നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സെൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻസർ ഇൻഫോയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. അടുത്തായിട്ട് നമുക്കിപ്പം അതായത് സെൻസർ ഇൻഫോയുടെ ഒരു ഒബ്ജക്റ്റ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് എൻഡ് DBയിൽ വന്നൊന്ന് നോക്കാം അവിടെ സെൻസർ ഇൻഫോയിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വന്നു എന്നുള്ളത്. ഞാൻ അതിന് വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം മൂവീസ്, ടേബിൾ നെയിം സെൻസർ ഇൻഫോ. ഓക്കെ, സെൻസർ ഇൻഫോയിൽ ഒരു വാല്യൂ വന്നിട്ടുണ്ടല്ലേ. അതായത് 1 ID റേറ്റിംഗ് യു സർട്ടിഫൈഡ് ബൈ കിഷോർ കുമാർ എന്ന് പറഞ്ഞ് സെൻസർ ഇൻഫോയിൽ ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. നമുക്ക് മൂവിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നും പ്രത്യേകിച്ച് വേറെ അധികം ഒന്നുമില്ല. നമുക്ക് നേരെ മൂവീൻ്റെ നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുവാണ്. ഇപ്പം നമുക്ക് ശരിക്കും ഇതൊരു എന്താ പറയുക, നമ്മുടെ രോമാഞ്ചത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതാം. അപ്പോൾ നമുക്ക് വേണം രോമാഞ്ചത്തിൻ്റെ ഡേറ്റയിലേക്ക് അത് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ നോക്കുവാണ്. ഓക്കെ, ഓക്കെ, ആദ്യം നമുക്ക് ആ മൂവി ഒബ്ജക്റ്റ് ഒന്ന് ഗെറ്റ് ചെയ്യണം അല്ലേ. ഇതൊക്കെ എന്ത് പേര് വേണേലും കൊടുക്കാവേ. ഞാൻ ഈ ഒരു പേര് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം വേണ്ടത്, ആദ്യം നമ്മൾ എടുക്കുന്നത്, അതായത് രോമാഞ്ചത്തിൻ്റെ ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് രോമാഞ്ചം ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് രോമാഞ്ചം എന്നുള്ള ശരിക്കും ആ ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ജസ്റ്റ് ഞാൻ രോമാഞ്ചത്തിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഈ സാധാരണ ഒരു അപ്ഡേറ്റ് ഫങ്ഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം ആ ഒബ്ജക്റ്റാണ് പാസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. നമ്മൾ സെൻസർ എന്ന് പറഞ്ഞാണ് നമ്മുടെ സെൻസറിൻ്റെ ഒബ്ജക്റ്റ് നെയിം അല്ലേ. അതിട്ട് കൊടുക്കുന്നു. അതായത് രോമാഞ്ചം ഒബ്ജക്റ്റ് ഡോട്ട് സെൻസർ ഡീറ്റെയിൽസ് ഈക്വൽ ടു സെൻസർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളൊന്ന് രോമാഞ്ചം ഒബ്ജക്റ്റ് നോക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത പ്രോസസ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം ഞാൻ സെൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻസർ ഇൻഫോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിന് റേറ്റിംഗ് യു സർട്ടിഫൈഡ് ബൈ കിഷോർ കുമാർ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഏത് ഒബ്ജക്റ്റിലേക്കാണോ ഈ സെൻസർ ആഡ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്തെടുത്തു അല്ലേ. അതാണ് ഈ കാണിച്ചിരിക്കുന്ന മൂവി ഇൻഫോ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ടൈറ്റിൽ ഈക്വൽ ടു രോമാഞ്ചം. ഇത് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ID വെച്ചിട്ട് ഗെറ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഗെറ്റ് ചെയ്യുമല്ല പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആയിരിക്കാം ചെയ്യുന്നത്. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു, ആ രോമാഞ്ചം ഒബ്ജക്റ്റിൻ്റെ സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സെൻസറാക്കി കൊടുത്തു. അതായത് സാധാരണ നിങ്ങൾ ടൈറ്റിലും ഇയറും ഒക്കെ സേവ് ചെയ്യുന്ന പോലെ തന്നെ ടൈറ്റിലും ഇയറൊക്കെ നമ്മൾ അപ്ഡേറ്റ് ഫംഗ്ഷൻ പറയുന്നപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക ക്യാരക്ടറിനും ടൈറ്റിലിനും ഒക്കെ പകരം നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത് വേറൊരു ഒബ്ജക്റ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ, വേറൊരു മോഡലിൻ്റെ ഒബ്ജക്റ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ രോമാഞ്ചം ഡോട്ട് സേവ് എന്ന് പറഞ്ഞു കൊടുത്തു.
ഇപ്പോൾ ഇനി നമുക്ക് അഥവാ നമുക്ക് രോമാഞ്ചത്തിൻ്റെ സെൻസർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, സെൻസർ ഒബ്ജക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നേരെ വെറുതെ സെൻസർ എന്ന് പറഞ്ഞ് എടുത്താൽ മതി. സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ്, സെൻസർ ഡീറ്റെയിൽസ് എന്നായിരുന്നു ഒബ്ജക്റ്റിൻ്റെ നെയിം എന്ന് പറഞ്ഞ് എടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് സെൻസർ ഇൻഫോ എന്ന് പറയുന്നത് രോമാഞ്ചത്തിൻ്റെ സെൻസർ ഡേറ്റയുടെ ഒബ്ജക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അഥവാ അതായത് ശരിക്കും നമ്മളൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണോ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ്, രണ്ട് ഒബ്ജക്ട്സിലെ വാല്യൂസ് എടുക്കുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന സെൻസർ ഇൻഫോയുടെ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ രോമാഞ്ചത്തിൻ്റെ ആരാണ് സർട്ടിഫൈ ചെയ്യണമെന്ന് അറിയണമെന്ന് കരുതാം. രോമാഞ്ച ഒബിജ ഡീറ്റെയിൽസ് ഡോട്ട് ജസ്റ്റ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്താണെന്നറിയാം, ഡോട്ട് റേറ്റിംഗ്. ഓക്കെ, ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും അറിയാൻ പറ്റും. ഓക്കെ, രോമാഞ്ച ഒബിജ ഡോട്ട് ഇപ്പോൾ സർട്ടിഫൈഡ് ബൈ, അതായത് നമുക്ക് 1-to-1 ഫീൽഡിൽ ഓരോ ഒബ്ജക്റ്റിനെ ഇതേപോലെ നമുക്ക് ഡോട്ട് ഇട്ട് അതിൻ്റെ റിലേറ്റഡ് ഒബ്ജക്റ്റിൻ്റെ ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം ഒന്നും കൂടെ. ഇപ്പം നമ്മൾ വേറൊരു പുതിയൊരു ഒബ്ജക്ട്സാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കരുതുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം പുതിയൊരു സെൻസർ ഇൻഫോ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ സെൻസർ ഇൻഫോ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ്, ഇതിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ ഒരു സെൻസർ ഇൻഫോയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചെയ്ത സമയത്ത് സെൻസർ ഉണ്ട്, ഇതൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇവിടെ ഞാൻ അങ്ങനെ വേരിയബിൾ അസൈൻ ചെയ്യാൻ മറന്നുപോയി. അപ്പം നമുക്ക് ആ ഡാറ്റ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ID 2 ആണ്. അതുകൊണ്ട് നമ്മൾ ID വെച്ചിട്ടാണ് റിട്രീവ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇത് റിട്രീവ് ചെയ്യുന്ന ഡേറ്റ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് വലിയൊരു മാറ്റർ അല്ല, ഏത് വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. ഇത് വേണേൽ ഡയറക്റ്റ് വേണമെങ്കിലും എനിക്ക് ഇട്ട് കൊടുത്താലും സെയിം ആണ്. അതിനുശേഷം ഞാൻ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, മൂവി ഇൻഫോയുടെ മൂവി ഡേറ്റയുടെ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടൈറ്റിൽ ഇയർ സെൻസർ ഡീറ്റെയിൽസ്. ഇവിടെ ഞാൻ സെൻസർ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്, ഈ സെൻസർ ഒബ്ജക്റ്റാണ്. അതായത് ക്രിയേറ്റ് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ടൈറ്റിൽ കൊടുത്ത പോലെ, ഇയർ കൊടുത്ത പോലെ, ഡിസ്ക്രിപ്ഷൻ കൊടുത്ത പോലെ സെൻസർ ഡീറ്റെയിൽസിൻ്റെ വാല്യൂ ആയിട്ട് വേറൊരു സെൻസർ ഡീറ്റെയിൽസ് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ കൊടുക്കുന്നു. ഇത്രയും മാത്രമാണ് ഇവിടെ വരുന്ന വ്യത്യാസം. ഓക്കെ, ഇപ്പം നമുക്ക് ജയിലർ ഒബ്ജക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ജയിലർ ഒബിജെ ഡോട്ട് ഗെറ്റ് വെച്ചിട്ട് നമുക്ക് ജയിലർ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ കിട്ടാമെന്ന് കരുതാം. ഓക്കെ, ഈ ജയിലർ ഒബ്ജക്റ്റിൻ്റെ എന്ത് റേറ്റിംഗ് ആണെന്നും നമുക്കറിയണമെങ്കിൽ ആ ഒബ്ജക്റ്റ് ഡോട്ട് സെൻസർ ഡീറ്റെയിൽസ് ഡോട്ട് റേറ്റിംഗ്. ഓക്കെ, ഇതാണ് 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് 1-to-1 റിലേഷൻഷിപ്പിൽ ഇപ്പം ഞാൻ ഈ ജയിലർ ഒബ്ജക്റ്റിൽ നിന്നുകൊണ്ട് സെൻസർ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് തിരിച്ച് വേണമെങ്കിലും ഡാറ്റ എടുക്കാം. അതായത് സെൻസർ ഡീറ്റെയിൽസിൽ നിന്നുകൊണ്ട് അതായത്
ഈ പറയുന്ന സെൻസർ ഡീറ്റെയിൽസിൻ്റെ മോഡലിൽ നിന്നുകൊണ്ട് തിരിച്ച് ജയിലറിലേക്കും നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതിനെ നമ്മൾ റിവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. റിവേഴ്സ് റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തതെല്ലാം മൂവി ഇൻഫോയുടെ സെൻസർ ഡീറ്റെയിൽസ് അറിയുക എന്നുള്ളത് ആണ്. അതേപോലെ നമുക്ക് സെൻസർ ഇൻഫോയിൽ നിന്നുകൊണ്ട് അത് ഏത് മൂവിക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഏത് മൂവിയായിട്ട് റിലേറ്റഡ് ആണ് എന്ന് അറിയണം. അതായത് നമ്മുടെ കയ്യിൽ ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആ സെൻസർ സർട്ടിഫിക്കറ്റ് ഏത് മൂവിയുടെ ആണ് കണക്റ്റഡ് ആയേക്കുന്നത് എന്നറിയണമെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് അതിനുവേണ്ടി നമ്മൾ ഇപ്പം ജസ്റ്റ് ഒരു സെൻസസ് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ഏതെങ്കിലും ഒരു സെൻസർ ഇൻഫർമേഷൻ എടുക്കുകയാണ്. ഓക്കെ, സെൻസർ ഇൻഫോ ഡോട്ട് ID = 1. ഓക്കെ, അതിനുശേഷം ഞാൻ സെൻസർ ഒബ്ജക്റ്റ് ഡോട്ട് മൂവി ഇൻഫോ _ സെറ്റ് ഒരു മൂവി ഇൻഫോയിൽ നിന്നുകൊണ്ട് സെൻസർ ഡാറ്റ എടുക്കുന്ന പോലെ തന്നെ നമുക്കൊരു റിവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. റിവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻസർ ഡേറ്റയിൽ നിന്നുകൊണ്ട് നമുക്ക് മൂവി ഇൻഫോ എടുക്കുക. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ അല്ലാതെ പല ആപ്ലിക്കേഷനിലും ആ ഒരു 1-to-1 ഫീൽഡുള്ള 1-to-1 റിലേഷൻഷിപ്പുള്ള പല പ്രാക്ടിക്കലി നമ്മളൊരു പ്രോജക്റ്റിൽ പലപ്പോഴും 1-to-1 ഫീൽഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഒരു ഡേറ്റ എടുക്കുക, രണ്ട് സൈഡിലെയും ഡേറ്റ എടുക്കേണ്ടി വരാം അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 1-to-1 റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഡേറ്റയും ഒരു യൂസറും തമ്മിലുള്ള ഡേറ്റ, അതൊരു 1-to-1 ഡേറ്റ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആധാർ കാർഡ് എന്ന് പറയുന്നത് ഒരു യൂസർക്ക് അഗെയിൻസ്റ്റ് മാത്രം ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ആ ഡേറ്റയിൽ അപ്പോൾ ആധാർ കാർഡ് ഡേറ്റയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു യൂസറെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ യൂസർ ഇന്ന് ആധാർ കാർഡും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടി വരാം അല്ലേ. അത് നമുക്ക് യൂസർ ഡോട്ട് ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ആധാർ കാർഡിനെ എങ്ങനെയാണോ നമ്മൾ യൂസറിനകത്ത് അവരുടെ ആധാർ കാർഡിൻ്റെ റിലേഷനാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് യൂസറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആധാർ കാർഡ് ഡേറ്റ കിട്ടും. അപ്പോൾ ഈ മൂവി ഒബിജയുടെ നമുക്ക് സെൻസർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കും അല്ലേ. അതായത് സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂവി ഒബിജ ആ പർട്ടിക്കുലർ മൂവിയായിട്ട് ഏതാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ സെൻസർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, മൂവി ഒബിജയുടെ നെയിം അറിയണമെങ്കിൽ നമ്മൾ ടൈറ്റിൽ അറിയണമെങ്കിൽ നമ്മളിങ്ങനെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ അതിൻ്റെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ അറിയണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ സെൻസർ ഡീറ്റെയിൽസ് എന്തെന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കും. ഓക്കെ, ഇതിന് സെൻസർ ഡീറ്റെയിൽസ് ഇല്ലയെന്ന് തോന്നുന്നു, നമുക്ക് വേറൊന്നും എടുക്കാം. ID = 2. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു മൂവി ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂവി ഒബിജെ ഡോട്ട് ഗെറ്റ് ID = 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ മൂവി ഒബിജയുടെ നമുക്കൊരു ടൈറ്റിൽ എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത്. രോമാഞ്ചം എന്ന് പറഞ്ഞു ടൈറ്റിൽ കിട്ടി. അതുപോലെ അതിൻ്റെ ഇയർ അറിയണമെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇയർ ജസ്റ്റ് പ്യൂർലി ഒരു ഒബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റിൽ തന്നെയാണ് ഇത് പോകുന്നത്. അതേപോലെ തന്നെയാണ് അതിൻ്റെ സെൻസർ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയെല്ലാം നമുക്ക് നേരെ വാല്യൂ കിട്ടുന്ന പോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡേറ്റയും റിട്രീവ് ചെയ്തെടുക്കുന്ന ഡേറ്റയും ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. കണ്ടോ, ഇവിടെ നമുക്ക് സെൻസർ ഇൻഫോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കിട്ടി. അഥവാ ആ സെൻസർ അതിൻ്റെ ഇത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ റേറ്റിങ്ങോ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കും മൂവി ഒബിജെ ഡോട്ട് സെൻസർ ഇൻഫോ ഡോട്ട് റേറ്റിംഗ്. ഓക്കെ, ഇപ്പം ഇത് നമുക്ക് സാധാരണ നിങ്ങൾ ക്ലാസ് ഒബ്ജക്ട്സ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ ഈ പറയുന്ന ഈ ഡോട്ടിട്ട് ഏത് റിലേഷൻഷിപ്പ് വരെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ പോകും. അതായത് ഈ സെൻസർ ഡീറ്റെയിൽസിനകത്ത് വീണ്ടും
1-to-1 ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേറ്റഡ് ഫീൽഡ് ഉണ്ടെങ്കിൽ അതും വീണ്ടും ഡോട്ട് ഇട്ട് നമുക്ക് എടുക്കാൻ പറ്റും.